So let's start. Hi guys, this is Suraj, founder and CEO of T Plus One. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈവ് ട്രേഡിംഗ് സെഷൻ പ്രൈമർലി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഞാനാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒന്ന് രണ്ട് ഡിസ്ക്ലെയിമേഴ്സ് എനിക്ക് പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൈവ് ട്രേഡിംഗ് സെഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറന്റ്ലി ട്രേഡ് ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ്. ഇപ്പോൾ നിങ്ങളൊരു കംപ്ലീറ്റ് ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പുതിയതായിട്ട് കിട്ടാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യാമോ അല്ലെങ്കിൽ വാച്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. മാർക്കറ്റിനകത്ത് എങ്ങനെയാണ് നമ്മൾ ലൈവിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഒരു ഐഡിയ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ബട്ട് നിങ്ങൾക്ക് ഇത് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാനൊന്നും നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിലവിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിനെ ഫോളോ ചെയ്ത് തന്നെയാണ് എന്റെ രണ്ടാമത്തെ പോയിന്റ്. എന്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവ് ട്രേഡിംഗ് സെഷനകത്ത് കാണിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഇപ്പോൾ ഓപ്ഷൻസ് ആയാലും സ്റ്റോക്സ് ആയാലും കമോഡിറ്റീസ് ആയാലും എല്ലാം ഓൺലി ഫോർ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഓർ ട്രേഡിംഗ് ഓക്കെ ഇതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓർ ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ അനാലിസിസും അതുപോലെ തന്നെ മാർക്കറ്റിനകത്തുള്ള റിസ്ക്കും മനസ്സിലാക്കി മാത്രം അത് ചെയ്യുക. ഇപ്പോ ലെറ്റ്സ് നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം. അപ്പൊ നമുക്ക് മാർക്കറ്റിലോട്ട് പോകുന്ന സമയത്ത് നിലവില് അത്യാവശ്യം അപ്സൈഡിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. ലെറ്റ് മീ ജസ്റ്റ് ഷെയർ മൈ സ്ക്രീൻ. ഓക്കെ, എല്ലാവർക്കും എന്റെ സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എന്റെ സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ വോയിസും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗീവ് മി എ തംബ്. എല്ലാവർക്കും എന്റെ സ്ക്രീന് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ എന്റെ വോയിസും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗീവ് മി എ തംബ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പോൾ നിലവിലെ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 23,937 റേഞ്ചിലാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത്യാവശ്യം ഒരു അപ്സൈഡ് റേഞ്ചിലാണ്, അതായത് പ്രീവിയസ് ക്ലോസിനേക്കാൾ അറൌണ്ട് ഒരു 65 പോയിന്റ്സ് അപ്സൈഡ് ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ്, പ്രീവിയസ് ക്ലോസിനേക്കാളും അത്യാവശ്യം ഒരു സൈഡിലാണ്, അപ്സൈഡിൽ തന്നെയാണ്, വലിയ പോസിറ്റീവ് സൈഡിലല്ല, എന്നാലും പോസിറ്റീവ് സൈഡിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. ജസ്റ്റ് ഒരു 55 പോയിന്റ്സിന്റെ അപ്പിലാണ് കറന്റ് മാർക്കറ്റ് നിൽക്കുന്നത്. മിഡ് ക്യാപ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റി ഓൾസോ ഇന്നത്തെ ദിവസം അപ്സൈഡ് ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. അറൌണ്ട് ഒരു 57 പോയിന്റ്സിന്റെ ഗെയിൻ ആണ് മിഡ് ക്യാപ് നിഫ്റ്റിക്കകത്ത് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്ക്രീനിനകത്ത് കാണുന്ന ഈ ഒരു ടൂൾ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ലാസ്റ്റ് സെഷനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ലൈവ് മാർക്കറ്റിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റീവിസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ടൈം കൃത്യം 9:43 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നത് മാർക്കറ്റ് ഓപ്പണായ ആദ്യത്തെ അരമണിക്കൂറിന് ശേഷമാണ്. അതായത് 9:15 മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. ഒരു 9:45 ശേഷമാണ് നമ്മൾ മാർക്കറ്റിനകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കി തുടങ്ങുന്നത്. സോ നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. കൃത്യം 9:45 നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ഓവറോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇന്ന് പുതിയ മാസമാണ്. അപ്പോൾ എക്സ്പയറി കഴിഞ്ഞിട്ട് പുതിയ ഓപ്ഷൻ കോൺട്രാക്ട്സ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ കോൺട്രാക്ട്സിന്റെ ഒക്കെ പ്രീമിയം അത്യാവശ്യം കൂടുതലായിരിക്കും. അത് മാത്രമല്ല പല ഇൻഡെക്സുകളും നിഫ്റ്റി ഒഴികെയുള്ള ബാക്കി എല്ലാ ഇൻഡെക്സുകൾക്കകത്തും ലിക്വിഡിറ്റിയുടെ പ്രോബ്ലവും വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇതൊക്കെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനാണ്. ബാങ്ക് നിഫ്റ്റിയുടെ അറ്റ് ദ മണി ഓപ്ഷൻ കോൺട്രാക്ട് ഒക്കെ നിയർ 1000-ഉം നിയർ 800 ഒക്കെ ഉണ്ട്.
അതായത് ഇപ്പോ ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ മിഡ് ക്യാപ് നിഫ്റ്റിക്ക് സോറി ബാങ്ക് നിഫ്റ്റിക്കകത്തൊക്കെ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 30,000 35,000 അറൗണ്ട് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. മിഡ് ക്യാപ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്യാപിറ്റൽ റിക്വയർമെന്റ് വേണം. അറൗണ്ട് ഒരു 36,000 അടുപ്പിച്ച് ഇന്നത്തെ ദിവസം ക്യാപിറ്റൽ ആവശ്യമാണ്. ഇപ്പൊ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രീമിയം ഹയർ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിലും അതില് ക്യാപിറ്റൽ റിക്വയർമെന്റ് കുറവാണ്, അറിയാലോ നമുക്ക് വീക്കിലി എക്സ്പയറി ആണ് വരുന്നത് നമ്മുടെ നിഫ്റ്റിക്കകത്ത്. അതുകൊണ്ടാണ് അവര് ക്യാപിറ്റൽ റിക്വയർമെന്റ് കുറവായിട്ട് വരുന്നത്. സോ ക്യാപിറ്റൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന്, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ ലാസ്റ്റ് സെഷനകത്തൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള റിസ്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിലവില് 9:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് ബാങ്ക് നിഫ്റ്റിക്കകത്താണ്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 57,668 റേഞ്ചിലാണ്. നമുക്ക് 57,695 റേഞ്ച് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഒരു എൻട്രിക്കുള്ള പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് കോൾ ഓപ്ഷൻ സൈഡിലാണ് നമ്മുടെ എൻട്രി. സോ 57,600 കോൾ ഓപ്ഷനിലാണ് നമുക്ക് എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉള്ളത്. ലെറ്റ് മീ ജസ്റ്റ് ഷെയർ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. നിഫ്റ്റിയുടെ 57,600 കോൾ ഓപ്ഷൻ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. പിന്നെ പ്രീവിയസ് സെഷൻസ് കണ്ട ആളുകൾ നമ്മുടെ എൻട്രി ലെവല് മാർക്കറ്റ് നന്നായിട്ട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാണ്. അത്യാവശ്യം വോളറ്റൈലാണ് ബാങ്ക് നിഫ്റ്റി. ലെറ്റ്സ് വെയിറ്റ്. നമുക്ക് അഗൈൻ ഒരു എൻട്രിക്കുള്ള പോസിബിലിറ്റി ഫോം ആയിട്ടുണ്ട്, ഒരു റേഞ്ച് ഫോം ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എൻട്രി എടുക്കാം. 737, അതായത് അറൗണ്ട് ഒരു മാർക്കറ്റ് അത്യാവശ്യം നല്ല വോളറ്റൈലാണ്. ലെറ്റ്സ് സീ. 1220 ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ 35, 1235 അപ്പോ നമുക്കൊരു എൻട്രി പ്രിഫർ ചെയ്യാം. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വെക്കുന്നത് 1245 ആണ്. സെക്കൻഡ് ടാർഗറ്റ് വെക്കുന്നത് 1335 ആണ്. തേർഡ് ടാർഗറ്റ് വെക്കുന്നത് 1435 ആണ്. SL വയ്ക്കുന്നത് 1135 ആണ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദി എൻട്രി. സോറി, എൻട്രി ഇടുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഡിസ്ക്ലെയിമേഴ്സ് ഷെയർ ചെയ്യണം. സോ നമ്മുടെ റിസ്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. അത് ഞാൻ എന്താണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ ലാസ്റ്റ് തേർഡ് സെഷനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യ മാർക്കറ്റിന്റെ. അപ്പോ ഇതിനകത്ത് ബേസിക്കലി എങ്ങനെയാണ് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ പ്രിഫർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. സോ അതെന്താണെന്നുള്ളത് നോക്കി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. Let's look for mid-cap Nifty. Mid-cap Nifty also അപ്സൈഡിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് സെഷൻസിനകത്ത് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ചോദിക്കുക. ആ കൺഫ്യൂഷൻസ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം.
ഒരുപാട് ആൾക്കാർ അവരുടെ ഡൗട്ട്സ് ഒക്കെ ലാസ്റ്റ് സെഷനിൽ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഫർദർ നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസ് റീവൈൻഡ് ചെയ്തപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ചോദിച്ചത് ക്ലിയർ ചെയ്യുക. മാർക്കറ്റ് അത്യാവശ്യം നല്ല വോളറ്റൈലാണ്. ഈവൻ മിഡ് ക്യാപ് നിഫ്റ്റിയും അത്യാവശ്യം നല്ല വോളറ്റൈലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ലെറ്റ്സ് കൃത്യമായിട്ടുള്ള നമ്മുടെ ലെവൽസ് ടച്ച് ചെയ്താൽ മാത്രം എൻട്രി എടുത്താൽ മതി. അല്ലാത്ത പക്ഷം ഒരിക്കലും എൻട്രി എടുക്കരുത്, ഒക്കെ റിസ്ക് ആണ്. മിഡ് ക്യാപ് നിഫ്റ്റിയുടെ 14,500 കോൾ ഓപ്ഷൻ എല്ലാവരും എന്തായാലും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യും. നമുക്ക് അതിന്റെ എൻട്രി ലെവലൂടെ എന്തായാലും നോക്കാം. ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം. നമ്മുടെ എൻട്രി ലെവലും കറണ്ട് മാർക്കറ്റ് പ്രൈസ് തമ്മിൽ അറൗണ്ട് ഒരു 30 പോയിന്റിന്റെ ഡിഫറൻസ് ആണുള്ളത്. സോ ഇരുന്ന് 298 + 15 എന്നുള്ള ഒരു നോക്കുന്ന സമയത്ത് അറൗണ്ട് 313 എന്നുള്ളതായിരിക്കും നമ്മുടെ എൻട്രി റേഞ്ച്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 5 പോയിന്റ് ആണ് ഞാൻ വെക്കുന്നത്. അപ്പൊ 318 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് ഞാൻ മിഡ് ക്യാപ് നിഫ്റ്റിക്കകത്ത് 25 പോയിന്റ്സ് ആണ് വയ്ക്കുന്നത്. അപ്പൊ 313 + 25 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 338 എന്റെ സെക്കൻഡ് ടാർഗറ്റ് വരുന്നത്. തേർഡ് ടാർഗറ്റ് 50 പോയിന്റ് ആണ്. അപ്പൊ 363 എന്റെ തേർഡ് ടാർഗറ്റ്. എസ് എൽ 25 പോയിന്റ്സ് ആണ്. അപ്പൊ 313 - 25 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 288. അപ്പോൾ ലെറ്റ്സ് സി, രണ്ട് എൻട്രി ലെവൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആക്റ്റീവ് ആവുന്നത് ബേസ് ചെയ്തിട്ട് എൻട്രീസ് പ്രിഫർ ചെയ്യാം നമുക്ക്. നിഫ്റ്റി ഓൾസോ അപ്സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. ലെറ്റ്സ് സി, നിഫ്റ്റിക്കകത്തും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ചോദിക്കുക. ഓക്കെ, പ്രീവിയസ് ക്ലാസ്സസിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ചോദിക്കുക. So, നിഫ്റ്റി ഒരു പുഷ് നടത്തുന്നുണ്ട്. Let's see.
ഓക്കെ, നിലവിൽ 23,960 റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 70-ലാണ് നമുക്ക് എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉള്ളത്. ഇപ്പോൾ കറണ്ട് പ്രൈസിൽ നിന്നും നമ്മുടെ ഓപ്ഷൻ കോൺട്രാക്ട് അറൗണ്ട് 5 പോയിന്റ് മൂവ് ചെയ്യണം. 279-ലാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 184-ലാണ് നമുക്ക് എൻട്രി വരുന്നത്. അപ്പൊ എല്ലാവരും അത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. 23,950 കോള് 184-ലാണ് നമുക്ക് എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉള്ളത്. സോ 194-ലാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് ഞാൻ വെക്കുന്നത് 40 പോയിന്റ് ആണ്. ഫൈനൽ ടാർഗറ്റ് വെക്കുന്നത് 80 പോയിന്റ് ആണ്. 264-ആണ്. സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് 40 പോയിന്റ് ആണ്. ഇപ്പൊ 180. ഓക്കെ, നമ്മുടെ നിഫ്റ്റിയുടെ എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. നിഫ്റ്റിയുടെ എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. ലെറ്റ്സ് അപ്ഡേറ്റ്. ഓക്കെ, നിഫ്റ്റിയുടെ എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം, അത് ഏത് സൈഡിലോട്ട് മൂവ് ചെയ്യുമെന്ന് നോക്കാം. ബാക്കി മിഡ് ക്യാപ് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് വലിയൊരു മൊമെന്റോ ഇതുവരെ വന്നിട്ടില്ല. എനിവേസ് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സൈഡിൽ നിന്ന് ഒരു പുഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി അത്യാവശ്യം നന്നായിട്ട് കയറി പോകും. പക്ഷെ ബാങ്ക് നിഫ്റ്റിയുടെ സൈഡിൽ നിന്ന് ഒരു പുഷ് വരുന്നില്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് ലൈറ്റ് ആയിട്ട് താഴോട്ട് ഇറങ്ങുന്നത്. എനിവേസ് വെയിറ്റ് ചെയ്യാം. ഇപ്പോ നിഫ്റ്റിക്കകത്തുള്ള എൻട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എൻട്രി റേഞ്ചിൽ തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ മൊമെന്റ് അപ്പ് സൈഡ് ആയാലും ഡൗൺ സൈഡിലായാലും വന്നിട്ടില്ല. ഓക്കെ, 189 എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 194-ആണ്. ഓക്കെ, 190 ആയിട്ടുണ്ട്. 194-ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്.
എനിക്ക് തോന്നുന്നത് ബാങ്ക് നിഫ്റ്റിക്കകത്തുകൂടെ ഒരു നല്ല പ്രോപ്പർ മൊമെന്റം കിട്ടിയിരുന്നുണ്ടെങ്കിൽ നിഫ്റ്റി നന്നായിട്ട് കയറി പോവായിരുന്നു. ഇതിപ്പോ ബാങ്ക് നിഫ്റ്റി കുറച്ച് താഴോട്ട് മാർക്കറ്റിനെ പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 93. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട് നിഫ്റ്റിയുടെ എൻട്രി. അപ്പോ സേഫ് ട്രേഡേഴ്സ് ഇതിനകത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. റിസ്ക് എടുക്കാൻ ഓക്കെ ആയിട്ടുള്ളവര് എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എസ് എൽ കൃത്യമായിട്ട് ട്രെയിൽ ചെയ്യുക. ഓക്കെ, ഇപ്പൊ മിഡ് ക്യാപ് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും നമ്മുടെ ആ ഒരു എൻട്രി പോയിന്റിലോട്ട് ചാർട്ട് വന്നിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയും മുകളിലോട്ട് കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ എൻട്രി ഉടനെ തന്നെ ആക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി വീണ്ടും താഴോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഇപ്പോ ഇന്നത്തെ ദിവസം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഹ്യൂജ് മൊമെന്റം, അതിപ്പോ അപ് സൈഡായാലും ഡൗൺ സൈഡിലോട്ടായാലും ഉണ്ടാവുന്നു വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. മാർക്കറ്റിനകത്ത് ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറി കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് വർക്കിംഗ് ലൈക്ക് മാർക്കറ്റ് ഡേ ആണ്. അപ്പോൾ മാർക്കറ്റ് ഡേ ആവുന്ന സമയത്ത് ഒബിയസ്ലി ഒരു വോളറ്റിലിറ്റി ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ദിവസം അങ്ങനെ വലിയൊരു മൊമെന്റം ഒന്നും മാർക്കറ്റിനകത്ത് നോർമലി, അതായത് ഒരു എക്സ്പയറി ഡേക്ക് വരേണ്ട ഒരു മൊമെന്റം ഒന്നും അങ്ങനെ മാർക്കറ്റിനകത്ത് വന്നിട്ടില്ല. മേ ബി സോ അതുകൊണ്ട് ആവാം തൊട്ടടുത്ത ഡേ ആ മാർക്കറ്റിനകത്ത് ഈ ഒരു വയലന്റ് മൊമെന്റം വരുന്നത്. എനിവേസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇൻ കേസ് മാർക്കറ്റ് ഓപ്പോസിറ്റ് സൈഡ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ് നിഫ്റ്റിയൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജി മാറ്റേണ്ടി വരും. ഇപ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റിയൊക്കെ നമ്മുടെ ആ ഒരു പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയയുടെ താഴെ പോയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് മാർക്കറ്റിനകത്ത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ വരുന്നുണ്ട് എന്നുള്ളതാണ്.
നമുക്ക് മിഡ് ക്യാപ് നിഫ്റ്റിക്കകത്ത് ഡൗൺ സൈഡിലോട്ടുള്ള ഒരു എൻട്രി കൂടെ നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ എൻട്രീസ് കൃത്യമായിട്ടുള്ള എൻട്രി ലെവൽസിൽ വന്നാൽ മാത്രമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ. അതർവൈസ് ഒരിക്കലും എൻട്രി എടുക്കരുത്, വലിയ റിസ്ക് ആണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക. I'm using group. Okay, when I try to place order using place limit, the order executing immediately. ഓക്കെ, ഇതിനകത്ത് നമ്മൾ തേർഡ് സെഷനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് എൻട്രി എടുക്കുന്ന സമയത്ത് അതിപ്പോ ഗ്രോക്കകത്തായാലും ഏത് പ്ലാറ്റ്ഫോമിനകത്തായാലും നമ്മുടെ കറണ്ട് പ്രൈസിനെക്കാളും മുകളിലോട്ടുള്ള പ്രൈസിൽ നമുക്ക് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ GTT ഓർഡർ, അതായത് ഗുഡ് ടിൽ ട്രിഗേർഡ് ഓർഡർ ഇട്ട് മാത്രമേ എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ നിങ്ങളിപ്പോ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും അത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഇരുന്നൂറ്റി 49 എബോ എൻട്രി പ്രിഫർ ചെയ്യാം. 254 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. ഓക്കെ, ഞാനിവിടെ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ 14,500 പുട്ട് ഓപ്ഷനാണ് എടുക്കുന്നത്. നമ്മുടെ എൻട്രി പ്രൈസ് വരുന്നത് 249 എബോ ആണ്. ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് 254, സെക്കൻഡ് ടാർഗറ്റ് 274, തേർഡ് ടാർഗറ്റ് 299, SL വരുന്നത് 224. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിന്റെ ഒരു പ്രോപ്പർ മൊമെന്റം എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് എൻട്രീസ് പ്രിഫർ ചെയ്താൽ മതി. എല്ലാവരും ശ്രദ്ധിക്കുക, ചാടിക്കേറി ആരും എൻട്രി എടുക്കരുത്. കൃത്യമായിട്ട് നമ്മുടെ എൻട്രി പോയിന്റ്സിൽ എത്തുമ്പോൾ മാത്രമേ നമ്മൾ എൻട്രി എടുക്കാൻ പാടുള്ളൂ. സോ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുപാട് ആൾക്കാർ ആക്റ്റീവ് ആവുന്നതിന് മുന്നേ എൻട്രി എടുക്കുന്ന ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അത് കാരണം ലോസ് ആയിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലോസ് ഒരിക്കലും ഉണ്ടാക്കരുത്. കൃത്യമായിട്ട് നമ്മുടെ എൻട്രി പോയിന്റ് എപ്പോഴാണോ എത്തുന്നത്, നമ്മളിപ്പോ ഒരു എൻട്രി പോയിന്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ മാത്രമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു റീസൺ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ട്രേഡ്സ് പ്രിഫർ ചെയ്യുക.
ഈ പുള്ളി ലൈവില്ലാന്ന് തോന്നുന്നു. ഓക്കെ. സോ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ വീണ്ടും കയറി വരുന്നുണ്ട്. 235 നമുക്ക് എൻട്രി ഉള്ളത്. ഇപ്പൊ കറന്റ് 1223 വരെ എത്തിയിട്ടുണ്ട്. 1235 നമുക്ക് എൻട്രി ഉള്ളത്. സി സൈഡിലേക്കുള്ള ഓപ്ഷൻ കോൺട്രാക്റ്റുകളുടെ പ്രീമിയത്തിൽ ഒരു ഇൻക്രീസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു അപ്സൈഡ് മൊമെന്റം തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതലെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എൻട്രിയും ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എൻട്രി ആക്റ്റീവ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ ദിവസം നിലവിൽ 2 ട്രേഡാണ് കറന്റ് ആക്റ്റീവ് ആയിട്ടുള്ളത്, നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി. രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആക്റ്റീവ് ആവാനായിട്ട് ബാക്കിയുള്ളത് നമ്മുടെ മിഡ് ക്യാപ്പിന്റെ എൻട്രി ആണ്. ഒന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു അതും ഉടനെ തന്നെ ആക്റ്റീവ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു.
ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം നന്നായിട്ട് തന്നെ അപ്സൈഡിലോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിക്കകത്ത് നല്ലൊരു പോസിറ്റീവ് മൊമെന്റം വന്നു കഴിഞ്ഞാൽ അത് നിഫ്റ്റിയെയും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. ഇനി നമുക്ക് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ആ ഒരു എൻട്രി കൂടെ ആക്റ്റീവ് ആവാനുണ്ട്. 313 നമുക്ക് എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ എൻട്രിയും ആക്റ്റീവ് ആയിട്ടുണ്ട്. Let's see. എനിക്ക് തോന്നുന്നത് 317 വരെ ചെയ്യാം. നമ്മുടെ എൻട്രി ആക്റ്റീവ് 317 വരെ ഹൈ പോയിട്ടുണ്ട്. ലെറ്റ്സ് സി. മിഡ് ക്യാപ് നിഫ്റ്റിക്കകത്ത് ചെറിയ തരത്തിലുള്ള ഒരു ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ടോന്ന് തോന്നുന്നു. അതാണ് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാസ്റ്റ് ആയിട്ട് ജമ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. എനിവേസ് നമുക്ക് നോക്കാം. ഓക്കെ, മിഡ് ക്യാപ് നിഫ്റ്റി ഓൾസോ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. സോ ഇപ്പൊ ഇന്നത്തെ ട്രേഡ്സിന്റെ ഓവറോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇതിനകത്തുള്ള ഇത്രയും ട്രേഡ്സ് ആണ് നമുക്ക് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോ 3 ട്രേഡ്സും ആക്റ്റീവായിട്ട് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. നിഫ്റ്റിയാണ് ആദ്യം ആക്റ്റീവ് ആയിട്ടുള്ളത്. നിഫ്റ്റി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്, അതുപോലെ മിഡ് ക്യാപ് നിഫ്റ്റി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്.
ഇതിനകത്ത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എൻട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് വരെ നിയർ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ടാർഗറ്റ് ഉടനെ തന്നെ ഹിറ്റ് ആവും തോന്നുന്നു. ഇപ്പോ സ്പോട്ട് നോക്കുകയാണെങ്കിൽ, അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് മൊമെന്റ് നമുക്ക് കാണിക്കുന്നുണ്ട്. അത് എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളത് നമുക്ക് നോക്കാം ഫർദർ. 1335 നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ബാങ്ക് നിഫ്റ്റിക്കകത്ത്. എനിക്ക് തോന്നുന്നത് ഉടനെ തന്നെ റീച്ച് ആവുമെന്ന് തോന്നുന്നു. സോ ലൈവിലുള്ള എല്ലാവരും നമ്മുടെ ട്രേഡ്സ് എടുത്തു എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. എടുത്തവര് ഒന്ന് തമ്പിയാവോ? ഇന്നത്തെ ദിവസം നമ്മൾ തന്നിട്ടുള്ള ട്രേഡ്സ് എടുത്തിട്ടുള്ളവര് പ്ലീസ് ഗിവ് മി എ തം. ഓക്കെ. കുറെ പേര് ട്രേഡ് എടുത്തിട്ടുണ്ട്. സോ ട്രേഡ് എടുത്ത ആൾക്കാർ എത്രയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് ചാറ്റ് ബോക്സിനകത്ത് പറയാവോ? ട്രേഡ് എടുത്തിട്ടുള്ളവർ എത്രയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് ചാറ്റ് ബോക്സിൽ പറയാവോ? ഓക്കെ. റിതു രാജൻ, ചന്തു. ഓക്കെ, 1000 rupees. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. വേറെ ബാക്കിയുള്ളവരൊക്കെ എവിടെ? ട്രേഡ് എടുത്തവർ പറയൂ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ബാങ്ക് പറഞ്ഞു ട്രിഗർ ആയില്ല. അടിപൊളി. പുതിയ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞു ലിക്വിഡിറ്റി ചെറിയ ഇഷ്യൂ ഉണ്ടാവും. അപ്പോ ചില പ്ലാറ്റ്ഫോംസിനകത്ത് ഈ ട്രേഡ് എക്സിക്യൂട്ട് ആവാനായിട്ട് ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്. മേ ബി അതാവാം. രാവിലെ നിഫ്റ്റി 50 നെസ്ലെ ഇൻഡസ്ട്രി എടുത്തിരുന്നു. ഇപ്പോൾ കൂടി 3400. ഓ, അടിപൊളി അടിപൊളി.
മാർക്കറ്റ് അത്യാവശ്യം മോശമല്ലാത്ത മൊമെന്റം വരുന്നുണ്ട്. നല്ല വോളറ്റൈലാണ്, രണ്ട് സൈഡിലോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിനകത്ത് ശരിക്കും ആ ഒരു വോളറ്റിലിറ്റി ഉള്ളത് എപ്പോഴും നല്ലതാണ്. കാരണം എങ്കിൽ മാത്രമേ ഓപ്ഷൻ ട്രേഡേഴ്സിന് മോശമല്ലാത്ത ഒരു പ്രോഫിറ്റബിലിറ്റി എന്നുള്ള ഒരു രീതിയിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എൻട്രി സെക്കൻഡ് ടാർഗറ്റ് പോയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നത് മിഡ് ക്യാപ് നിഫ്റ്റിയുടേതും റീച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നോർമലി മിഡ് ക്യാപ് നിഫ്റ്റിക്കകത്താണ് അത്യാവശ്യം ഇനിഷ്യൽ ഒരു സ്ട്രോങ് മൊമെന്റം വരുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് മിഡ് ക്യാപ് നിഫ്റ്റിക്കകത്ത് ഒരു ഇനിഷ്യൽ സ്ട്രോങ് മൊമെന്റം വരുന്നത് കുറവാണ്. ഇപ്പോ ലെറ്റ്സ് സീ ഏത് രീതിയിൽ മൂവ് ചെയ്യുമെന്നുള്ളത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റി സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അതായത് അതിൽ നിന്ന് അറൗണ്ട് ഒരു 3000 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയും സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് അറൗണ്ട് ഒരു 2200 രൂപ അടുപ്പിച്ച് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് ട്രേഡിൽ നിന്നും മാത്രം ഒരു 5200 റുപ്പീസ്, ഒരു 5200 രൂപയുടെ പ്രോഫിറ്റ് ഇന്ന് ഒരൊറ്റ ദിവസം നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മിഡ് ക്യാപ് നിഫ്റ്റിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 10 പോയിന്റ് അടുപ്പിച്ച് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു 1200. സോ എങ്ങനെ നോക്കിയാലും അറൗണ്ട് ഒരു 6000 റുപ്പീസ് എബോ പ്രോഫിറ്റ് നമ്മൾ ഇന്നത്തെ ദിവസം ഇൻട്രാഡേയിൽ അറ്റ് ദ മൊമെന്റ് ഇതുവരെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ദിവസം ഈ ഒരു ലൈവ് ട്രേഡിംഗ് സെഷനകത്ത് കയറിയവർക്ക് അത് വർത്തായി എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. എന്റെ 5 പൈസ ആണ് അതെല്ലാം. കമോഡിറ്റി ചില ടൈം കിട്ടില്ല, എനിക്ക് തന്നെ മാറണം, ബട്ട് അറിയില്ല. ഓക്കെ, ധനിലേക്ക് മാറിയാൽ മതി. നമ്മുടെ തേർഡ് സെഷൻ കണ്ടു കഴിഞ്ഞാൽ ധൻ ആപ്പ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഫർദർ ഡൗട്ട് ഉള്ളത് എന്റെ അടുത്ത് കണക്ട് ചെയ്താൽ മതി. ഞാനിപ്പോ കമ്മ്യൂണിറ്റിക്കകത്തൊക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ലൈക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ ഇട്ടിട്ട് ചോദിച്ചാൽ മതി അതിനകത്ത്. ഇത് യൂസ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല, ഈസി തന്നെയാണ്. നമ്മള് ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് യൂസ്ഡ് ആയതുകൊണ്ട് മറ്റേലോട്ട് മൈഗ്രേറ്റ് ആവാനുള്ള ഒരു കൺഫ്യൂഷനാണ്. അത് ഗ്രാജുവലി മാറും, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇന്നത്തെ ദിവസം ഇന്നിനി ഒരു ഫ്രഷ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള പോസിബിലിറ്റി കുറവാണ്.
സോ അപ്പോ നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രീവിയസ് സെഷനകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചാറ്റ് ബോക്സിനകത്ത് ചോദിക്കുക. ഇല്ല, വേറെ ഡൗട്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ എന്താണെന്ന് നോക്കിയിട്ട് എല്ലാവരും അവരുടെ ഡൗട്ട്സ് ചോദിക്കുക, ഡൗട്ട്സ് ഉള്ളത്. ഉസ്മാൻ ബ്രോ, ഗോ ചാർട്ടിങ് നമുക്ക് 7 days ട്രയൽ ഉണ്ട്, അത് ഫ്രീ ആണ്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ മെയിൽ ഐ ഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നിങ്ങൾക്ക് ആ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് മെയിൽ ഐ ഡീസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഗോ ചാർട്ടിങ്ങിന്റെ പേയ്മെന്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ മന്ത് 1500 ആണ്. പക്ഷെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ട്രേഡിങ്ങിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാർട്ടിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾ പ്രീമിയം എടുത്തേ പറ്റുള്ളൂ. അതിപ്പോ ട്രേഡിംഗ് വ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർത്തായിരിക്കും. കാരണം ഇപ്പൊ ട്രേഡിംഗ് വ്യൂവിനായാൽ പോലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ഒരു പ്ലാനിനകത്ത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് ഡേറ്റയ്ക്കകത്ത് ഒരു സ്ലൈറ്റ് ഒരു ലാഗ് വരുന്നുണ്ട്. സോ അതിനെ കൺസിഡർ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഗോ ചാർട്ടിങ്ങിന് വേണ്ടിയിട്ട് പ്രീമിയം എടുക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഫർദർ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് വേറെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. 1700 പ്ലാനിൽ ഇന്ത്യ മാർക്കറ്റ് ബ്രോ, ഇന്ത്യ മാർക്കറ്റ് അവൈലബിൾ ആണ്. അജ്മൽ, ഇത് ഇന്ത്യൻ മാർക്കറ്റ്? അതെ ബ്രോ, ഇത് ഇന്ത്യ മാർക്കറ്റ് ആണ്. സോ ഫോറക്സിന്റെ സെഷൻ ഈവനിങ് ആണ്, 7 മണിക്ക്. അതിന്റെ ലിങ്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് വരും. അതെ അതെ ബ്രോ, ഈവനിങ് 7 മണിക്ക് ലൈവ് സെഷൻ ആണ്. അതെ, ലൈവ് ട്രേഡിംഗ് സെഷൻ ആണ് ബ്രോ, ക്ലാസ് അല്ല. ഓക്കെ, ആർക്കെങ്കിലും ഫർദർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ആർക്കും വേറെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ആരും ഒന്നും ചോദിച്ചില്ല.
സോ നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് മെസ്സേജ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ ഈ ഒരു ലൈവ് ട്രേഡിംഗ് സെഷൻ അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജോയിൻ ചെയ്ത എല്ലാവർക്കും അറൗണ്ട് എങ്ങനെ പോയാലും കൃത്യമായിട്ട് ഒരു ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 6,000 റുപ്പീസ്, മോർ ദാൻ 5,000 റുപ്പീസ് എന്തായാലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാവരുടെയും എക്സ്ട്രീംലി ഗ്ലാഡ് ഫോർ ഇറ്റ്. അപ്പോൾ ഫർദർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യുക. അത് മാത്രമല്ല ബാക്കി അപ്ഡേഷൻസ് ഞാൻ നമ്മുടെ ഡിസ്കോഡ് സെർവറിനകത്ത് തരാം. സോ ഐ എം വൈൻഡിങ് അപ്പ് ദിസ് സെഷൻ. സോ ഈ അജ്മൽ ബ്രോ പറഞ്ഞോ, എന്താ ഡൗട്ട്? ബ്രോ ഇപ്പൊ ഫോറക്സിനകത്താണെന്നുണ്ടെങ്കിൽ 100 വെച്ച് ചെയ്യുന്ന അങ്ങനെ വലിയ റിസ്ക് ഒന്നുമല്ല. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ച് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 100 എങ്കിലും വെച്ച് ചെയ്യുന്നതാണ് ബെറ്റർ. $100 ക്യാപിറ്റൽ മോശമില്ലാത്ത ക്യാപിറ്റൽ തന്നെയാണ്. ഇപ്പൊ ഞങ്ങളും ഇനിഷ്യലി റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മിനിമം 100 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, സോ ഫർദർ ആർക്കും ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ മൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും വളരെ വലിയ ബിഗ് താങ്ക് യു. ഇന്ന് അത്യാവശ്യം മോശമല്ലാത്ത ഒരു പെർഫോമൻസ് നമുക്ക് വന്നിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. സോ ഫർദർ അപ്ഡേഷൻസ് നമുക്ക് ഡിസ്കോഡിനകത്ത് നോക്കാം. താങ്ക് യു ഗൈസ്, സീ യു സൂൺ, ടേക്ക് കെയർ, ബൈ ബൈ.